നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പല തലത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. പല തരത്തിലുള്ള പല തോതിലുള്ള വേദനകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ അനുഭവിച്ച് വിജയിച്ച് വളരെ ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലോട്ട് പോകുന്ന പല ആൾക്കാരെയും കണ്ടിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, ഈശ്വര ഇത്രയും പെയിൻ ഉണ്ടായിട്ടും എങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. അതിന് ഒറ്റ ഒരു ഉത്തരവേ ഉള്ളൂ. എന്ത് വേദന ഉണ്ടായാലും ആ വേദനകൾ മറികടക്കണമോ, അല്ലെങ്കിൽ ആ വേദനയിൽ തന്നെ കൂപ്പുകുത്തി താഴേക്ക് വീഴണോ, അതിലിങ്ങനെ ചുറ്റിപ്പിഴിഞ്ഞ് ആ വേദനയും കടിച്ചമർത്തി മുന്നോട്ട് പോകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതിനുള്ള ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് നമുക്കുള്ളിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പെയിൻ ഒരു ഫാക്റ്റ് ആണെന്നും ആ പെയിൻ മൂലം ഉണ്ടാകുന്ന സഫറിങ്സ് ഒരു ചോയ്സ് ആണ്. ആ ചോയ്സ് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് അടുത്തൊരു മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു ടൈം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ റീബർത്ത് എന്ന് പറയുന്നത്. ആ ടൈമാണ് നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. നിരാശകൾക്ക് അപ്പുറമാണ് ഏറ്റവും വലിയ വിജയമുള്ളത്. ഏറ്റവും വലിയ കഷ്ടപ്പാടിനപ്പുറത്തേക്കാണ് മനോഹരമായിട്ടുള്ള ജീവിതമുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണണം, ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ കഷ്ടപ്പാടും ആ കഷ്ടപ്പാടിനെ ഓവർകം ചെയ്യാനുള്ള വിവിധ തരത്തിലുള്ള ടെക്നിക്സുകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. മുന്നോട്ട് പോകാനുള്ള ധൈര്യവും അതുപോലെ തന്നെ ഇച്ഛാശക്തിയും പരിശ്രമിക്കാനുള്ള ഒരു മനസ്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും, എല്ലാം നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കും. അതുകൊണ്ട് തന്നെ സൂപ്പർ കൂളായിട്ട് എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ. മുന്നോട്ട് ഏറ്റവും നല്ലൊരു ജൈത്രയാത്ര നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.